അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ എൻ്റെ ഒരു ജേണി ഇടാം. അതായത് ഫേബർ കാസ്റ്റൽ പോളിക്രോമോസ് കളർ പെൻസിലിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ആർട്ട് ജേണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ ഒരു പെൻസിൽ വാങ്ങിച്ചത് 2017 2017 ഈ ഒരു പെൻസിൽ ഞാൻ 7000 രൂപക്കാണ് കേട്ടോ വാങ്ങുന്നത്. ഇത് 120 കളർ പെൻസിലിൻ്റെ ഒരു സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇന്ന്, അതായത് 2025 ഇന്ന് ഈ ഒരു പെൻസിലിൻ്റെ പൈസ എന്ന് പറയുന്നത് 13,000 രൂപയാണ്. ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഓക്കെ, ഞാൻ 7,000 രൂപയ്ക്ക് ഈ ഒരു കളർ പെൻസിൽ വാങ്ങുന്ന അതേ സമയം പ്രിസ്മ കളേഴ്സിൻ്റെ 140 പെൻസിലിൻ്റെ സെറ്റിന് വെറും 4,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വെറും 4,000 രൂപ. പക്ഷേ അന്ന് എനിക്ക് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫേബർ കാസ്റ്റലാണല്ലോ വലിയ ബ്രാൻഡ്, അതുകൊണ്ട് ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ ഇന്ന് പ്രിസ്മ കളേഴ്സിൻ്റെ ഒരു 140ൻ്റെ സെറ്റിനൊക്കെ 20,000 മുകളിലുണ്ട് അല്ലേ. ഓക്കെ, സോ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ ഒരു പെൻസിൽ സെറ്റിൽ ആകെ എനിക്ക് കഴിഞ്ഞത് ബ്ലാക്ക് കളർ പെൻസിൽ മാത്രം കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇന്ന ബുക്ക് വേണം എന്നൊന്നുമില്ല. ഞാൻ ഒരു നോർമലായിട്ടുള്ള ബുക്കാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ ഈ കാണിക്കുന്ന ഡ്രോയിങ് ഒന്നും ഞാൻ പോളിക്രോമോസ് വെച്ച് ചെയ്തതല്ല, സാധാരണ നോർമലായിട്ടുള്ള കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്ത എൻ്റെ ഡ്രോയിങ്സാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലിപ്പം ഡോംസിൻ്റെ കളർ പെൻസിലാണെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും വരയ്ക്കാം. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഈ പോളിക്രോമോസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റില്ല എന്ന് കരുതണ്ട. ഇതൊക്കെ സാധാ പെൻസിൽ വെച്ച് വരച്ചതാണ്. ഓക്കെ, എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഡോംസിൻ്റെ കളർ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ പോർട്രേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതായത് ഇതുപോലൊക്കെ ഇതൊക്കെ സാധാ പെൻസിൽ വെച്ച് ചെയ്തതാണ്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ എൻ്റെ മനസ്സിൽ വന്നത് കുറച്ച് ബുക്കും അല്ലെങ്കിൽ കളർ പെൻസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. കാരണം ഇത് ചെയ്തപ്പോൾ എനിക്ക് വേണ്ട ഒരു കളർ കിട്ടാതെ വന്നു. അതായത് റെഫറൻസ് ഇമേജും ഞാൻ വരച്ചതും തമ്മിൽ വളരെ വ്യത്യാസം, കളറിൽ കുറച്ച് വ്യത്യാസം തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള കളർ പെൻസിൽ വാങ്ങാം. കാരണം ഇപ്പം ഡോംസ് പെൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അതിൻ്റെ ബ്ലാക്കിൻ്റെ മാക്സിമം കിട്ടാൻ ഞാൻ ഭയങ്കര പ്രസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. കൂടുതലായി പ്രസ് ചെയ്യുമ്പം കടലാസ് കീറിപ്പോന്നു. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴാണ് നമുക്ക് തോന്നുക കുറച്ച് നല്ല ബ്രാൻഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം, കുറച്ചും കൂടെ GSM ഉള്ള കളർ പെൻസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പേപ്പറിലേക്ക് മാറാമെന്നൊക്കെ. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോളിക്രോമോസ് വെച്ചിട്ടുള്ള ഡ്രോയിങ്. ഇത് രണ്ടാമത്തെ. ഈ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കളറിൻ്റെ പിഗ്മെൻറ്റേഷൻ നോക്കിയാൽ മതി. ആ റെഡ് ആൻഡ് ബ്ലാക്ക് ഒക്കെ എന്ത് ഡാർക്കാണ്. ഇത് കണ്ടോ, ഒരു കളറില്ലാത്ത പോലെ ഒരു ഫീലില്ലേ. ഇത് നോർമലായിട്ടുള്ളൊരു പെൻസിൽ വെച്ചിട്ട് വരച്ചതാണ്. പക്ഷേ ഇതിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നും അതുപോലെ ഡ്രസ്സിൻ്റെയൊക്കെ റെഡൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്കും ഒരു ഇത് കണ്ടോ, ഇത് പക്ഷേ നോർമൽ പേപ്പർ തന്നെയാണ് കേട്ടോ. നോർമൽ പേപ്പറിലും എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റി. ഇത് കണ്ടോ, ഇതിൽ നെയ്മറിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഈ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പം എനിക്ക് കുറച്ചും കൂടെ റിയലിസം ഫീൽ ചെയ്തു. അത് ശരിയാണ്, നമുക്ക് നല്ല ബ്രാൻഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചിത്രവും അപ്ഡേറ്റ് ആവും കേട്ടോ, നന്നായിട്ട് തോന്നും. ഇത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ടൊരു ലിപ്പൊക്കെ വരയ്ക്കാൻ നോക്കിയതാണ്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് ഏറ്റവും കുറവുള്ളൊരു സാധനമാണ് ക്ഷമ. ഞാൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ക്ഷമയായിരിക്കും, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ചെയ്യാത്ത. ഇതൊക്കെ ഞാൻ പോളിക്രോമോസ് വെച്ച് വരച്ചതാണ് കേട്ടോ, മോഹൻലാലിൻ്റെ ഈ ഒരു പിക്ചറൊക്കെ. പിന്നെ ഇതിൽ കണ്ടോ, ഒരു പൂപ്പൽ പിടിച്ച പോലെ. ഇതാണ് എനിക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ഞാൻ വരച്ചിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർണിഷ് സ്പ്രേയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോ, പൂപ്പൽ പിടിച്ച പോലെ ആകെ ഡാമേജ് ആവുന്നുണ്ട് എൻ്റെ ചിത്രം. അതായത് നിങ്ങൾ ഈ പെൻസിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ വാർണിഷ് സ്പ്രേ അടിച്ചാൽ മതി, അപ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആവും കേട്ടോ. ഈ ഒരു ജോക്കറും ഞാൻ പോളിക്രോമോസ് വെച്ച് വരച്ചതാണ്. റെഡിൻ്റെയൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ നോക്കിക്കേ, കണ്ണും അതുപോലെ ആ മുടീൻ്റെയൊക്കെ കളർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു പെൻസിലൊക്കെ വെച്ച് കഴിയുമ്പം. പിന്നെയുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നോർമലായിട്ട് വാങ്ങുന്ന ഒരു 10 കളർ പെൻസിൽ
അതിൽ നമുക്ക് സ്കിന്നിൻ്റെ കളറൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കളേഴ്സൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും. എന്നാൽ ഇതിൽ നമുക്ക് സ്കിന്നിൻ്റെ കളറൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഡിഫിക്കൽട്ടി കുറച്ച് കുറയും. ഓക്കെ, ഈ ഒരു പാമ്പൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ഞാൻ ഭയങ്കര ക്ഷമയോടെ ചെയ്തതാണ്. ആ കണ്ണ് വരെ ഞാൻ ഭയങ്കര ക്ഷമയോടെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ക്ഷമ പോയി, ബാക്കിയൊക്കെ തട്ടിക്കൂട്ടി തീർത്തതാണ്. അതുപോലെ തന്നെ പോളിക്രോമോസിൻ്റെ 120 സെറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് സിംഗിൾ പീസ് വരെ ഇതിൻ്റെ വാങ്ങിക്കാം. അതായത് 10ൻ്റെ സെറ്റുണ്ട്, 60ൻ്റെ സെറ്റുണ്ട്, 30ൻ്റെ സെറ്റ്, അങ്ങനെ സെറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം ഏതെങ്കിലും ഇപ്പം എനിക്ക് ബ്ലാക്കാണ് തീർന്നിട്ടുള്ളത്, ആ ബ്ലാക്ക് മാത്രം നമുക്ക് സിംഗിൾ പീസായിട്ടും ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആട്ടോ ഇതിനകത്ത്. നമുക്ക് കഴിയുന്ന പെൻസിലിൻ്റെ ആ ഒരു നെയിം അടിച്ചു കൊടുത്ത് നമുക്കത് ഓൺലൈനായിട്ട് വാങ്ങാം. ഓക്കെ, സോ ഇത് തന്നെ എന്തായാലും യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ വാങ്ങിച്ച് നോക്കിക്കോളൂ കേട്ടോ. 10ൻ്റെ സെറ്റൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിക്കോളൂ. അല്ലാത്ത സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളവർക്ക് എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ഒരു കളർ പെൻസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പതിയെ അപ്ഗ്രേഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ലാസ്റ്റായിട്ട് ഇപ്പോൾ പോളിക്രോമോസ് വെച്ച് വരച്ചിട്ടുള്ള എൻ്റെ ഡ്രോയിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് ഇടണം. ഇനി ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് മാറ്റും. ഓക്കെ, ഇനി കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത പ്രൊഡക്റ്റും റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.